നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വരുമ്പോൾ ആ പ്രദേശത്തുണ്ടായിരുന്ന ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന സമയം ഭൂമിശാസ്ത്രപരമായ ഒരു മാറ്റവും ആ നാട്ടിൽ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു വളർന്ന മക്കയിലും മദീനയിലും അറേബ്യൻ മരുഭൂമിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം പ്രവാചകനായി ജീവിച്ചു വഫാത്താകുന്ന സമയത്ത് പുതിയ പാലങ്ങളോ പുതിയ ഏതെങ്കിലും കാർഷിക വിളകളോ പുതിയ ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെത്തലുകളോ ജീവിക്കാൻ ആവശ്യമായ പുതിയ സംവിധാനങ്ങളെക്കുറിച്ചോ ഒന്നും ആ ആളുകൾക്ക് പുതിയ ഒരു വിവരം സമ്മാനിച്ചുകൊണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയായ. നേരെ മറിച്ച് വളരെ പ്രത്യേകമുള്ള ഒരു കാര്യം, 2 നാടുകൾ അറേബ്യയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്യുന്ന സമയത്ത് 2 വികസിത നാടുകൾ, ആ കാലത്ത് 2 വികസിത നാടുകൾ ഉണ്ടായിരുന്നു, റോമും പേർഷ്യയും. അറേബ്യയിൽ കണി കാണാത്ത, അവരനുഭവിക്കാത്ത, അവർ സ്വപ്നത്തിൽ പോലും ആലോചിക്കാത്ത സൗകര്യങ്ങളും സുഖങ്ങളുമുള്ള 2 നാടുകൾ. ഈ നാടുകളിൽ നിന്ന് ഈ നാടുകളിലൊക്കെ പോയി യാത്ര ചെയ്തു വരുന്ന സ്വഹാബിമാർ അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ ഭൗതികമായ സൗകര്യങ്ങളുമൊക്കെ മദീനയിൽ വന്ന് പരസ്പരം സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് ആവർത്തിച്ച് നമ്മൾ പറയുകയാണ്, ഭൂമിയിൽ പുതിയ തരം എന്തെങ്കിലും ഒരു തരം മാറ്റം, ഭൗതികമായ ഒരു മാറ്റം, ഒരു പുതിയ കെട്ടിട സംസ്കാരം, ഒരു പുതിയ കാർഷിക സംസ്കാരം, ഒരു പുതിയ കച്ചവട സംസ്കാരം, പ്രത്യേകമായ ഭൗതികമായ അളവിൽ നോക്കിയാൽ പ്രവാചക തിരുമേനി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം, ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വളരെ അനിയന്ത്രിതമായി ജീവിച്ചിരുന്ന ഒരു തലമുറ, വർഷങ്ങളോളം അല്ല നൂറ്റാണ്ടുകളോളം ജീവിച്ച ഒരു തലമുറക്ക് അദമ്യമായ അഭൗമികമായ ഒരാളും വിചാരിക്കാത്ത ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഒരു സംസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നൽകിയിട്ടാണ് 23 വർഷക്കാലം കഴിയുമ്പോൾ ഈ ദുനിയാവിൽ വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലേക്ക് പോകുന്നത്. അവിടുന്ന് പോകുന്ന സമയത്ത് പറഞ്ഞ വാക്യം നമ്മൾക്കെല്ലാവർക്കും അറിയാം, തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന 2 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ അൽദു ബിൻ നവാജിദി, അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണം. അത് മുറുകെ പിടിച്ചു ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വഴിവഴക്കുകയില്ല, നിങ്ങൾക്ക് ഒരു മാർഗഭ്രംശവും സംഭവിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആ 2 കാര്യങ്ങളാണ് പ്രവാചക തിരുമേനി 23 വർഷം കാലം കൊണ്ട് അറേബ്യക്ക് സമ്മാനിച്ചത്, ലോകത്തിന് സമ്മാനിച്ചത്. ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല, ചരിത്രത്തിന്റെ വെളിച്ചത്തിലുള്ള എല്ലാ ചരിത്രകാരന്മാരും സമ്മതിക്കുന്ന, എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഒരു സംഗതിയാണ്, ഒരു ചരിത്രമാണ്, വസ്തുതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തെ സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത്. ആ ജനതയുടെ സംസ്കാരം നിങ്ങൾക്കറിയാം, വിശദമായി സംസാരിക്കാനല്ല. അവർക്ക് 3 ആലോചനകളുണ്ട്. ഇഷ്ടം പോലെ അവർക്ക് മദ്യപിക്കണം, ഏതൊരു പെണ്ണിനെ കണ്ടാലും അതിനെ സ്വായത്തമാക്കാനുള്ള ആഗ്രഹം അവരുടെ മനസ്സിൽ ജനിക്കുന്നു, അതിനെ കൈയടക്കാനുള്ള ഏത് തരത്തിലുള്ള താഴ്ന്ന നടപടിയും അവർ സ്വീകരിക്കും. 3ാമത്, പാരമ്പര്യമായി അവരുടെ ചോരയിലുള്ളതാണ് യുദ്ധാവേശം. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അവർ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കും. അത് നിരന്തരമായി വർഷങ്ങളോളം നിലനിൽക്കുന്ന തരത്തിൽ ശീതയുദ്ധമായി പരിണമിക്കും. ഇങ്ങനെ 3 തരം വികാരങ്ങൾ വരിഞ്ഞു മുറുക്കിയ, അവരുടെ ജീവിതത്തിന്റെ ആവേശമായ, അവരുടെ ജീവിതത്തിന്റെ പ്രകടനമായ, ഏതർത്ഥത്തിലും അവരെ സ്വാധീനിക്കുന്ന ഈ 3 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതുവരെ ഇതായിരുന്നു അറബികളുടെ പ്രത്യേകത. ആ അറബി നാട്ടിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത്. ആലോചിക്കണം, പ്രവാചക തിരുമേനി എന്താണ് അവർക്ക് നൽകിയത്? ആവർത്തിച്ചു പറയുന്നു, ഒരു പുതിയ കാർഷിക സംസ്കാരമല്ല, കച്ചവട സംസ്കാരമല്ല, ഭൂമിയിലെ ഏതെങ്കിലും പുതിയ ഇടുപ്പുകളോ കെട്ടിടങ്ങളോ അല്ല. അതിന്റെയൊക്കെ മേലെ ഇതിനെയൊക്കെ സ്വാധീനിക്കാവുന്ന ചില കാര്യങ്ങളായിരുന്നു. ആ കാര്യങ്ങൾ
പ്രവാചക തിരുമേനി അവരോട് പറയാൻ പ്രവാചക തിരുമേനി സ്വീകരിച്ച രീതി എന്താണ്? നമ്മൾ ആലോചിച്ചു നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് ആ ആളുകളോട്, ജനങ്ങളെ, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് നേർക്കുനേരെ പറയുന്നതോടൊപ്പം അവിടുന്ന് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ ഇപ്പോൾ ഈ ജീവിക്കുന്ന ജീവിത രീതി ഉണ്ടല്ലോ, ഈ ജീവിത രീതി ഇപ്രകാരമാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കും, അള്ളാഹുവിന്റെ വഹി എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ജീവിതത്തിന് ശേഷം മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ നിങ്ങളുടെ ഓരോ അക്ഷരങ്ങളും, നിങ്ങളുടെ ഓരോ അക്കങ്ങളും, നിങ്ങളുടെ ഓരോ ചലനങ്ങളും, നിങ്ങളുടെ മനസ്സിന്റെ മന്ത്രങ്ങൾ പോലും വിചാരണക്കെടുക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വന്ന ദൂതനാണ് ഞാൻ. ആദ്യമായി അള്ളാഹുവിന്റെ റസൂല് പറയുന്ന വാക്ക് ഇതാണ്, ഇന്നി നദീറുൻ ബൈന യദൈ അദാബുൻ ശദീദ്. ഇതാ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന വരാനിരിക്കുന്ന ഒരു ദുരന്തത്തെക്കുറിച്ച്, കഠിനമായ ഒരു ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ വന്ന ദൂതനാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം പ്രാർത്ഥിക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രീതി നമ്മൾ ശ്രദ്ധിക്കണം. ആ ആളുകൾക്ക് പരലോക വിശ്വാസമില്ല, പരലോക വിചാരണയെക്കുറിച്ച് ബോധമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂല് ഞങ്ങളോട് വന്ന് അള്ളാഹുവിനെ കുറിച്ച് പറയുകയും പരലോക ബോധത്തെ കുറിച്ച് പറയുകയും ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകളായി ഈ സമൂഹം മാറുമായിരുന്നില്ല എന്ന്. അതെന്തുകൊണ്ടാണ്? എന്തിനാണ് നമ്മൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നത്? പരലോകത്ത് വിചാരണ ഉണ്ടായതുകൊണ്ടാണ്. നമ്മൾ എന്തിനാണ് അള്ളാഹുവിന് മാത്രം നേർച്ചകളും വഴിപാടുകളും ചെയ്യുന്നത്? പരലോകത്ത് അള്ളാഹുവിന്റെ വിചാരണ ഉണ്ടായതുകൊണ്ടാണ്. നമ്മൾ എന്തുകൊണ്ടാണ് മറ്റു കാര്യങ്ങളെല്ലാം ഒരാളെയും ഒന്നിനെയും ഭയപ്പെടാതെ എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നത്? അങ്ങനെ കൽപ്പിക്കപ്പെട്ടത് പരലോകത്ത് വിചാരണ ഉണ്ടായതുകൊണ്ടാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞ രീതി. മാലികി യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ നാഥ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഈ മാലികി യൗമിദ്ദീൻ ഇല്ലാത്ത ഒരു തൗഹീദില്ല, ഈ മാലികി യൗമിദ്ദീൻ വിശ്വസിക്കാത്ത ഒരു തൗഹീദില്ല, ഈ മാലികി യൗമിദ്ദീൻ മനസ്സിലുറപ്പിക്കാത്ത ഒരു ഏകദൈവ വിശ്വാസമോ ഏകദൈവ ആരാധനയോ ഇല്ല. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി അവരോട് പറഞ്ഞത്, ജനങ്ങളെ, 40 വയസ്സുവരെ മുസ്ലിങ്ങളല്ല മുഹമ്മദിന് അൽ അമീൻ എന്ന് പേര് സമ്മാനിച്ചത്. 40 വയസ്സുവരെ പ്രവാചകനില്ലല്ലോ, 40 വയസ്സിന് ശേഷമാണല്ലോ പ്രവാചകത്വം ഉണ്ടാകുന്നത്. ആ 40 വയസ്സുവരെ 15-കാരനായ, 16-കാരനായ, 20-കാരനായ, 25-കാരനായ, 35-കാരനായ, 39 വയസ്സുവരെ അല്ല 40 വയസ്സുവരെ അൽ അമീൻ എന്ന് ചെല്ലപ്പേര് വിളിച്ച്, ഓമനപ്പേര് വിളിച്ച്, സത്യസന്ധതയുടെയും നീതിയുടെയും ഉത്തമ താല്പര്യം പോലെ വളർന്നു വന്ന ആ ചെറുപ്പക്കാരന് മുസ്ലിങ്ങൾ വിളിച്ച പേരല്ല അൽ അമീൻ, മുശ്രിക്കുകൾ വിളിച്ച പേരാണ്, കാഫിറുകൾ വിളിച്ച പേരാണ്, അല്പം നിരീശ്വരവാദികൾ അവരും വിളിച്ച പേരാണ് അൽ അമീൻ. എന്നിട്ട് ആ പ്രവാചകൻ അവരുടെ മുമ്പിൽ വെച്ച് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. എല്ലാവരെയും വിളിച്ചുകൂട്ടി ചോദിച്ചു, ഈ മലയുടെ പിറകിൽ നിന്ന് സർവ്വ ആയുധ സന്നദ്ധരായി നിങ്ങളെ ആക്രമിക്കാൻ വരുന്ന ഒരു സൈന്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ അവരൊന്നടങ്കം പറഞ്ഞു, ബലായ മുഹമ്മദ്, ഞങ്ങളത് സമ്മതിക്കും. കാരണം നിന്റെ നാവിൽ നിന്ന് ഇന്ന് വരെ ഞങ്ങൾ കളവ് കേട്ടിട്ടില്ല, നിന്റെ വായ കൊണ്ട് നീ കള്ളത്തരം പറഞ്ഞിട്ടില്ല, നീ ജീവിതത്തിൽ കള്ളത്തരം കാണിക്കുന്നവനല്ല, അതുകൊണ്ട് ഞങ്ങളെ പറ്റിക്കുന്നവനല്ല, നീ പറഞ്ഞത് ശരിയാകും. അവരൊന്നടങ്കം പറഞ്ഞു. ആ സമയത്താണ് റസൂലുള്ളാഹി പറഞ്ഞത്, എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തെ ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അല്ലാഹുവിനെ വിശ്വസിക്കുന്നതോടൊപ്പം അവന്റെ വിചാരണയെ നിങ്ങൾ പേടിക്കണം. ആ വാക്കാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഇന്നി നദീറുൻ ബൈന യദൈ അദാബുൻ ശദീദ്, നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഭീകരമായ ഒരു ശിക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു എന്നത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ 2 രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു നാട്ടിൽ സുഖമായി ആളുകൾ താമസിക്കുന്നു, അല്ലലില്ലാത്ത, അലട്ടലില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, ദുരിതങ്ങളില്ലാത്ത സുഖസുന്ദരമായ ജീവിതം നയിക്കുന്ന നാട്ടിലേക്ക് ഒരു ദിവസം ഒരാൾ കയറി വന്നു. അയാൾ പറഞ്ഞു, ജനങ്ങളെ, ഇന്ന് വൈകുന്നേരമാകുമ്പോ കള്ളന്മാരും കൊള്ളക്കാരും ഈ നാട്ടിലേക്ക് കയറി വരും. ആ ബാലവൃദ്ധം ജനങ്ങളെയും
അവർ കൊന്നൊടുക്കുകയും നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുകയും ചെയ്യും. ഇമാം ബുഖാരിയും ഇമാം അഹ്മദും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങളോട് എനിക്കൊരു ഉപദേശമുണ്ട്. ആ വന്ന ആള് പറയുന്നത്, ഇന്നി നാസിഹുൽ ലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ഗുണകാംക്ഷിയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണേ. നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്ന വസ്തുക്കളും നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്ന സാധനങ്ങളുമായി വേറെ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് മാറിപ്പോകണം. വൈകുന്നേരമായാൽ ഒരു മലവെള്ളപ്പാച്ചിൽ കണക്കെ ഈ പ്രദേശത്തേക്ക് കള്ളന്മാരും കൊള്ളക്കാരും വരും. അവര് നിങ്ങളെ കൊന്നുകളയും, അവര് നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ആളോട് ആ നാട്ടിലെ ആളുകൾ പറഞ്ഞത്, നിനക്കെന്തറിയാം, എന്തിനും കഴിവുള്ള, എന്തിനും തന്റെ ഇടമുള്ള നല്ല കരുത്തുറ്റ ശക്തിയുള്ള ആളുകളാണ് ഞങ്ങൾ. ഞങ്ങളെ തോൽപ്പിച്ച് ഞങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ വരുന്ന ആളുകളെ ഞങ്ങൾ വകവെക്കുകയില്ല. നിനക്ക് നിന്റെ പാട്ടിന് പോകാം, നീ ഞങ്ങളോട് ഉപദേശിക്കേണ്ടതില്ല. അങ്ങനെ ഒരു ഗുണകാംക്ഷിയെയും ഞങ്ങൾക്ക് ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ആൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഇന്നി നാസിഹുൽ ലക്കും ഇന്നി നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ സത്യസന്ധനായ ഗുണകാംക്ഷിയാണ്. ഞാൻ പറയുന്നത് നേരാണ്, നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണേ. അവസാനം ആ മനുഷ്യനെ, ആ വന്ന മനുഷ്യനെ ആ നാട്ടിൽ നിന്ന് നാട്ടിപ്പായിച്ചു. ഇവിടെ ഇത് കേൾക്കുന്ന ആളുകളിൽ ഒരു ന്യൂനപക്ഷമുണ്ടായിരുന്നു. അവരാലോചിച്ചത് ഇപ്രകാരമാണ്, ഇയാൾ പറയുന്നത് ശരിയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ സമ്പത്ത് സംരക്ഷിക്കണം, നമ്മുടെ മക്കളെ സംരക്ഷിക്കണം, നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണം, നമ്മളെ തന്നെയും സംരക്ഷിക്കണം. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇയാൾ പറയുന്നത് ശരിയാണ് എന്ന് മനസ്സിലാക്കി നമ്മൾക്ക് നമ്മുടെ സാധനങ്ങളും ജീവനുമായി ഉള്ളതുമായി വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോകാം. ഇയാൾ പറഞ്ഞത് കളവാണെങ്കിലോ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമ്മൾക്ക് തിരിച്ചു വരാമല്ലോ. അവരുടെ വാണ്ടങ്ങൾ മുറുക്കി, അവരുടെ കെട്ടുകൾ മുറുക്കി, അവര് വേറെ ഒരു സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വൈകുന്നേരമായി ഒരു മലവെള്ളപ്പാച്ചിൽ കണക്കെ കള്ളന്മാരും കൊള്ളക്കാരും ആ പ്രദേശത്തേക്ക് കടന്നു വന്നു. അവിടുത്തെ മുഴുവൻ ആളുകളും എല്ലാവരും കൊല്ലപ്പെടുകയും ആ നാടവർ കൊള്ളയടിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ആ ന്യൂനപക്ഷം ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ? ഈ വന്ന ആൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇതാണ് അള്ളാഹുവിന്റെ ദൂതനായി കടന്നു ചെന്ന ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെ അവസ്ഥ. ഇതാണ് ആ പ്രവാചകൻ. ആ പ്രവാചകൻ ആളുകളോട് പറഞ്ഞത്, ഇന്നീലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷിയാണ് എന്നാണ്. പക്ഷേ ആ ആളുകൾ പറഞ്ഞത് നിന്റെ ഗുണകാംക്ഷ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ്. അങ്ങനെ കള്ളന്മാരും കൊള്ളക്കാരും വരുമ്പോ അവരെ നേരിടാൻ ഞങ്ങൾക്ക് കരുത്തുണ്ടെന്നാണ്. ഈ കള്ളന്മാരും കൊള്ളക്കാരും എന്ന് പറയുന്നത് ഈ ലോകത്തെ നശിപ്പിക്കുന്ന പരലോകത്തെ കുറിച്ചാണ്, ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്. അപ്പൊ ഒരു വിഭാഗം ആളുകൾ തീരുമാനിച്ചത്, പരലോകമുണ്ടായാൽ തീർച്ചയായും ഈ പ്രവാചകൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടത്തിലാകും. അതുകൊണ്ട് വരുമ്പോൾ കാണാം എന്നാണ് ഭൂരിപക്ഷം ആളുകളും തീരുമാനിച്ചത്. എല്ലാ കാലത്തും പരലോകം അത് വരുമ്പോൾ കാണാം എന്നതാണ്. ആ തീരുമാനമാണ് അവരെ എല്ലാ നാശത്തിലേക്കും എത്തിച്ചത് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഇവിടെ നമ്മൾ ആലോചിച്ചു നോക്കണം, അള്ളാഹുവിന്റെ ദീൻ ഇസ്ലാം ആളുകളോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ജനങ്ങളെ, നിങ്ങളുടെ രഹസ്യങ്ങളും നിങ്ങളുടെ പരസ്യങ്ങളും രാവും പകലുമില്ലാതെ കേൾക്കുന്ന ഒരാൾ, കാണുന്ന ഒരാൾ, എല്ലാം വിചാരണ ചെയ്യുന്ന ഒരാൾ, എല്ലാം പകർത്തി വെക്കുന്ന ഒരാൾ, നിങ്ങളുടെ മുമ്പിലേക്ക് തെളിവ് സഹിതം കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരാൾ, എന്നുമുള്ള ഒരാൾ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഒരാൾ, ആ ആളെ ഭയപ്പെട്ട് ജീവിക്കണം. കാരണം അവനാണ് ഈ പ്രപഞ്ചത്തെ പടച്ചത്, അവനാണ് ഈ ആകാശം പടച്ചത്, ഈ ഭൂമി പടച്ചത്, അവനാണ് നിങ്ങളെ പടച്ചത്, അവനാണ് നിങ്ങളെ പരിപാലിക്കുന്നത്. ലോകത്തിലെവിടെയും ഇല്ലാത്ത ഒരു ജീവിതം അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയിൽ നൽകിയത് അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം. ഓരോ സ്ഥലങ്ങളിലും പ്രവാചകന്മാർ വന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കുക, പ്രവാചകന്റെ കാലശേഷം യൂറോപ്പിലടക്കം എല്ലാ സ്ഥലങ്ങളും ഇസ്ലാമിന്റെ വെളിച്ചമെത്തി. ആ വെളിച്ചമെത്തിയ മേഖലകളിലെല്ലാം നേരത്തെ പറഞ്ഞിടത്തേക്ക് നമ്മൾ വരുന്നു. ആ വെളിച്ചമെത്തിയ മേഖലകളിലെല്ലാം ജനങ്ങളെ എങ്ങനെ പാലം പണിയണം എന്ന് പറയാൻ സഹാബത്ത് എവിടെയും പോയിട്ടില്ല. അവർക്ക് പറഞ്ഞു കൊടുത്തത് അള്ളാഹുവിനെ കുറിച്ചാണ്.
പരലോക ബോധത്തെക്കുറിച്ചാണ്. ആ ബോധം അവരുടെ മനസ്സിൽ വന്നപ്പോ ഉണ്ടായ മാറ്റം ലോക ചരിത്രത്തിലില്ലാത്ത മാറ്റമാണ്. ഒരു തലമുറയിലും ഈ വിശ്വാസമുള്ള ഒരു തലമുറയിലും ഈ ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കുന്ന ഏതൊരാൾക്കും കാണാൻ കഴിയുന്നത് അത്ഭുതകരമായ ജീവിതമായിരുന്നു. അതാണ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു കാര്യം അദ്ദേഹത്തിന്റെ ചരിത്ര സംഗ്രഹത്തിൽ പറഞ്ഞിട്ടുണ്ട്. അറേബ്യയിൽ 23 വർഷം കൊണ്ട് മുഹമ്മദ് ഉണ്ടാക്കിയ മാറ്റം എന്താണ് എന്ന് എനിക്ക് പിടികിട്ടിയിട്ടില്ല. അത്ഭുതകരമായ മാറ്റമാണ് അവിടെ ഉണ്ടായത് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതിന് കാരണമുണ്ടായിരുന്നു. അവിടെ ഉണ്ടായ മാറ്റം ചെറുതായിരുന്നില്ല. നിങ്ങൾക്കറിയുമോ, സ്വന്തം ചോരയിൽ പിറന്ന ഓമനിച്ചു വളർത്തേണ്ട കുഞ്ഞുങ്ങളെ സ്വന്തം കൈകൾ കൊണ്ട് കുഴിവെട്ടി ആ കുഴിയിലേക്ക് കൈക്കോട്ട് കൊണ്ട് ആ കുട്ടിയുടെ തലക്കടിച്ച് കുഴിയിലേക്ക് തള്ളിയിടുന്ന ഒരു മനുഷ്യനെ, ഒരു സമൂഹത്തെ, ഒരു ഗോത്രത്തെ നമ്മൾ ചരിത്രത്തിൽ എവിടെയും കണ്ടിട്ടില്ല. അത് അറേബ്യയിൽ ഉണ്ടായിരുന്നു. പ്രവാചകൻ ജനിച്ച അറേബ്യയിൽ ഉണ്ടായിരുന്നു. അത് മണ്ണിട്ട് മൂടി വരുമ്പോ അഭിമാനത്തോടുകൂടെയാണ് അവർ തിരിച്ചു വരുന്നത്. കാരണം അതൊരു പെണ്ണിന്റെ ജന്മമായിരുന്നു. ആ ജന്മത്തെ അവർ അംഗീകരിച്ചില്ല. അതൊരു മാനക്കേടായിരുന്നു. അതൊരു വഷളത്തരമായിരുന്നു. തല നിവർത്തി നടക്കാൻ സാധിക്കാത്ത വിധം ആ മാനക്കേടും അപഹാസ്യവുമായിരുന്നു അവരുടെ ജീവിതം. അതുകൊണ്ട് അവളെ കുഴിച്ചുമൂടി. ആ കുഴിച്ചുമൂടിയ മനുഷ്യന്മാർ 1, 2, 3 കുഞ്ഞുങ്ങളെ അല്ല, അല്ലാഹു ഖുർആനിൽ അതെടുത്തു പറഞ്ഞു, ഓരോ ജീവാത്മാവിനോടും ഓരോ പെൺകുഞ്ഞിനോടും കൊല്ലപ്പെട്ട ഓരോ ശരീരത്തോടും ചെറിയ ചെറിയ പൈതങ്ങളോട് നാളെ പരലോകത്ത് ചോദിക്കപ്പെടും, എന്തിനാണ് മക്കളെ നിങ്ങൾ കൊല്ലപ്പെട്ടത് എന്ന്. ഇതായിരുന്നു ആ തലമുറ. ആ തലമുറയെ അള്ളാഹുവിന്റെ ദൂതൻ ഖുർആനാണ് ഓതിക്കൊടുത്തത്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതുപോലെ, അല്ലാഹു വിശദീകരിച്ചതുപോലെ, അല്ലാഹു നൽകിയ വെളിച്ചം, അല്ലാഹു നൽകിയ മാർഗം, അല്ലാഹു നൽകിയ ഹിദായത്ത് അത് എന്നിൽ നിന്ന് വന്നാൽ എന്റെ മാർഗം ആര് സ്വീകരിക്കുന്നുവോ അവൻ വഴികേടിലാവുകയില്ല, അവൻ ദൗർഭാഗ്യവാനാവുകയില്ല. ഈ മനുഷ്യന്മാരത് കേട്ടു. അവർ കേൾക്കുക മാത്രമല്ല, അവരുടെ ആ വെളിച്ചം അവരുടെ ഉള്ളിലേക്ക് കയറി. നിങ്ങൾ നോക്കുക, അങ്ങനെ കുഴിച്ചുമൂടിയ ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് പടച്ചവനോട് മാപ്പ് ചോദിക്കുന്ന ചരിത്രമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഇത് ഇസ്ലാമിക ചരിത്രത്തിലല്ലാതെ, മുഹമ്മദ് നബിയുടെ ചരിത്രത്തിലല്ലാതെ ലോകത്തിലെ ഏതെങ്കിലും ഒരു ചരിത്രത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുമോ? സഹോദരങ്ങളെ, ചേറിൽ കിടക്കുന്ന, മഡിൽ കിടക്കുന്ന ഒരു പന്നിയെ രക്ഷപ്പെടുത്തിയ അബ്രഹാം ലിങ്കന്റെ കഥ എത്ര രസത്തോടുകൂടെയാണ്, അഭിമാനത്തോടുകൂടെയാണ് പാശ്ചാത്യ ലോകത്ത് പ്രചരിപ്പിക്കുന്നത്. ശരിയാണത്. ചാകാൻ പോകുന്ന ഒരു പന്നിയെ ചളിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക എന്നത് ജീവൻ രക്ഷിക്കുന്ന പരിപാടിയാണ്. പക്ഷേ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം കൊണ്ട് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെയാണ് ജീവിക്കാൻ പ്രേരിപ്പിക്കുക മാത്രമല്ല, അവരെ നോക്കുന്നത്, അവരെ വളർത്തുന്നത്, അവരെ പഠിപ്പിക്കുന്നത്, അന്തസ്സോടെ വിവാഹം ചെയ്തയക്കുന്നത്. ഏറ്റവും നല്ല മഹിതമായ സ്വഭാവമാണ്. പെണ്ണുങ്ങളെ ആദരിക്കുന്നവൻ ആദരണീയനാണ് എന്ന് പഠിപ്പിച്ചവനാണ് അള്ളാഹുവിന്റെ റസൂല്. ആ റസൂലാണ് ഈ കുഞ്ഞുങ്ങളെ കുഴിച്ചുമൂടിയ ആളുകളെ കൊണ്ട് ആ പെണ്ണുങ്ങളെ ആദരിക്കാനും അവരെ ബഹുമാനിക്കാനും അവരെ സ്നേഹിക്കാനും അവരുടെ സംരക്ഷണം ഏറ്റെടുക്കാനും കുതിരപ്പുറത്ത് ഭാര്യയുമായി പോകുന്ന, കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും ഭാര്യമാരെ, സ്ത്രീകളെ, പെങ്ങന്മാരെ, അനിയത്തിമാരെ കൊണ്ടുപോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂല് പറയുമായിരുന്നു, സഹോദരങ്ങളെ, അതിന്റെ മുകളിലിരിക്കുന്നത് ഇതാ ചില്ല് കഷ്ടങ്ങളാണ്. അതിന്റെ മുകളിലിരിക്കുന്നത് ചില്ലിന്റെ കഷ്ടങ്ങളാണ്. അത് പൊട്ടിപ്പോകാതെ നിങ്ങൾ സൂക്ഷിക്കണം. അത് താഴെ വീഴാതെ നിങ്ങൾ സൂക്ഷിക്കണം. കരുതിക്കൊണ്ട് വേണം അവരെ കൊണ്ടുപോകാൻ. ഇത് പറഞ്ഞ ഒരു ദൂതൻ, ഒരു നേതാവ് ഈ ലോകത്ത് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ വിവാഹിതരായ നിങ്ങളുടെ ഭാര്യമാരോട് എനിക്ക്
നീ എന്റെ ഉമ്മയെ പോലെയാണ് എനിക്ക് എന്ന് പറഞ്ഞു പോകരുത്. അങ്ങനെ പറഞ്ഞു പോയാൽ നീ അവളെ തൊടണമെങ്കിൽ പിന്നീട് അതിന് പ്രായശ്ചിത്തമുണ്ട്. കാരണം മാനസികമായി അവളെ വേദനിപ്പിക്കാൻ അവകാശമില്ലെന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ ഖുർആൻ ഓതി. അതിന്റെ പേരിൽ ആയത്തിറങ്ങി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഒരു പെണ്ണിന്റെ വിഷയം മാത്രമല്ല. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടിമയെ കൊല്ലാൻ അധികാരമുള്ള, തല്ലാൻ അധികാരമുള്ള, വേശ്യാവൃത്തിക്ക് പ്രേരിപ്പിച്ച് അതിന്റെ സമ്പത്ത് കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരു തലമുറയിൽ അടിമ കച്ചവടമല്ല, അടിമത്വം മാത്രം ജീവിതവ്രതമാക്കിയ ഒരു തലമുറയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് സ്വന്തം അടിമയെ അടിക്കുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നിൽ നിന്ന് യാ അബ്ദുല്ലാഹ് ഇത്തഖില്ലാ യാ അബ്ദുല്ലാഹ് ഇത്തഖില്ലാ യാ അബ്ദുല്ലാഹ്, പ്രവാചകന്റെ മുഖം ചുവന്ന് തൊടുത്ത് ചാട്ടവാറ കൊണ്ട് തന്നെ പോലെയുള്ള ഒരു മനുഷ്യനെ അടിക്കുന്നത് കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം ചുവന്ന് തൊടുത്ത് ദേഷ്യപ്പെട്ട് പറഞ്ഞത് നീ പടച്ചവനെ പേടിക്കണമെന്നാണ്. തിരിഞ്ഞു നോക്കുമ്പോ ഈ പറയുന്ന ആള് അള്ളാഹുവിന്റെ റസൂലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൂളി നിന്നു. അബ്ദുല്ലാഹ്, നാളെ പരലോകത്ത് പടച്ചവന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ ഇവന്റെ കയ്യിൽ ചാട്ടവാറ് കൊടുത്ത് നിന്നെ അടിപ്പിക്കുന്നത്, കഠിനമായ ശിക്ഷയ്ക്ക് നിന്നെ വിധേയമാക്കുന്നത് നീ ഒന്ന് ആലോചിച്ചു നോക്ക്. അത് കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ചാട്ടവാറ് വീണു. റസൂലുള്ളാഹ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവിടുന്ന് പറഞ്ഞു, അവനെ മോചിപ്പിക്ക്. ആ മോചനമല്ലാതെ അതിന് വേറെ മാർഗമില്ല, പ്രായശ്ചിത്തമില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ അടിമയെ മോചിപ്പിച്ചു. ഒന്നല്ല, ആയിരക്കണക്കിന് അടിമകളെയാണ് മനുഷ്യരായി ജീവിക്കാൻ പ്രേരിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂല്. ഇസ്ലാം എന്ന വെളിച്ചം കൊടുത്ത് അവരുടെ മനസ്സിൽ നിറച്ച്, അവരുടെ ഉള്ളിൽ നിറച്ച് അവരെ മനുഷ്യരായി ജീവിക്കുന്ന ആളുകളാക്കി മാറ്റിയത്. ആളുകളോട് പറഞ്ഞു, നിങ്ങൾ തിന്നുന്നത് അവർക്ക് തിന്നാൻ കൊടുക്കണം, നിങ്ങൾ ധരിക്കുന്നത് അവർക്ക് ധരിക്കാൻ കൊടുക്കണം. അവരെ അടിമകളെ എന്ന് നിങ്ങൾ വിളിക്കരുത്. ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരി എന്നല്ലാതെ അടിമകളെ എന്ന് സംബോധന ചെയ്യരുത്. അവരെ നിങ്ങളെ പോലെ തന്നെ കണക്കാക്കണം. അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു റസൂലുള്ളാഹ്, അവരുടെ കൂടെ അധ്വാനിച്ചു റസൂലുള്ളാഹ്, അവരുടെ കൂടെ യാത്ര ചെയ്തു റസൂലുള്ളാഹ്. കറുത്ത കാപ്പിരിയായ ബിലാലിന്റെ കൂടെ ചുമലിൽ കൈയിട്ട് ഇടതുഭാഗത്തും വലതുഭാഗത്തും നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഇടതും വലതും നിർത്തി ആ കാപ്പിരിയായ ഖബ്ബാബിനെയും ഖുബൈബിനെയും ബിലാലിനെയും മുന്നിൽ നടക്കാൻ നേതൃത്വം കൊടുക്കാൻ പ്രേരിപ്പിച്ച മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നൽകിയത് ഇസ്ലാമിന്റെ വെളിച്ചമാണ്. ഈ വെളിച്ചത്തെയാണ് ആളുകൾ ഭയപ്പെടുന്നത് എന്ന് വിചാരിക്കരുത്. ആളുകൾ ആരെയും ഒരു വെളിച്ചത്തെയും ഭയപ്പെടുന്നില്ല. പക്ഷേ ഇസ്ലാം കടന്നു വരുന്നത് ആർക്കൊക്കെയോ ചെറിയ രൂപത്തിലല്ല, വലിയ രൂപത്തിൽ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ രൂപത്തിൽ ഇസ്ലാമിനെ ഇങ്ങനെ നിഷ്കരുണം, നിർദ്ദയം ഇങ്ങനെ ആക്ഷേപിക്കുകയും അതിനു നേരെ ധാരാളം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഇത് അടിമയുടെയും പെണ്ണുങ്ങളുടെയും കാര്യം മാത്രമല്ല. നിങ്ങൾക്കറിയാമല്ലോ, അന്ന് അറേബ്യയിൽ ഉണ്ടായിരുന്ന ഒരു സംസ്കാരമുണ്ടായിരുന്നു. ആ സംസ്കാരം ഭർത്താവ് മരിച്ചാൽ ആ ഭാര്യ ഏകദേശം ഒരു വർഷക്കാലം ഒട്ടകക്കൂട്ടിൽ കഴിഞ്ഞുകൂടുന്നത് പോലെ ശരീരത്തിൽ പുഴുവരിച്ച് ശരീരം വ്രണമായി അങ്ങനെ അങ്ങേയറ്റത്തെ മലീമസമായ ഒരു ജീവിതത്തിലേക്ക് തള്ളിയിടപ്പെടുമ്പോ, വലിച്ചെറിയപ്പെടുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖുർആൻ ഓതിക്കൊണ്ട് അവിടുത്തെ വെളിച്ചം ആളുകൾക്ക് പകർന്നു കൊടുത്തു. അവര് 4 മാസവും 10 ദിവസവും അള്ളാഹുവിനെ ആരാധിച്ചും ദുഃഖം ആചരിച്ചും അവരവരുടെ വീടുകളിൽ ശാന്തമായി സ്വസ്ഥമായി അള്ളാഹുവിനെ ആരാധിച്ച് കഴിഞ്ഞുകൂടുക. തീർച്ചയായും അതല്ലാത്ത ഒരു പരിഹാരം, അതല്ലാത്ത ഒരു കാര്യം അവരിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അവരെ സംരക്ഷിക്കുക. ആ വീട്ടിൽ തന്നെ അവരിയ്ക്കേണ്ടതുണ്ട്, അവിടെ തന്നെ കഴിഞ്ഞുകൂടേണ്ടതുണ്ട്. അതൊരു സംരക്ഷണമായിരുന്നു. ഇത് പെണ്ണിന്റെ വിഷയം മാത്രമല്ല. ഒരു പെണ്ണ് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിന് ഈ ദുനിയാവിൽ നല്ല ഒരു ദാമ്പത്യ ജീവിതമില്ലാത്ത നാട്ടിലാണ് ചങ്ങാതിമാരെ നമ്മൾ താമസിക്കുന്നത്. വിധവാ വിവാഹം എന്നത് ഇവിടെ കേട്ടുകേൾവിയില്ലാത്ത കാര്യമായിരുന്നു. വിധവകൾ ഒരാൾ മരിച്ചാൽ അയാളുടെ ഭാര്യ ഒരു കാലത്തും പിന്നീട് ഒരിക്കലും വൈധവ്യമല്ലാതെ ഒരു ഭാര്യയായി ജീവിക്കാൻ പാടില്ല എന്ന സംസ്കാരമുള്ള ഒരു നാട്ടിൽ
ആ സമൂഹത്തിൽ നിന്ന് തന്നെയും നേതാക്കന്മാരുണ്ടായി, പരിഷ്കർത്താക്കളുണ്ടായി. വീട്ടി ഭട്ടതിരിപ്പാടിനെ പോലെയുള്ള ആളുകൾ അതിന് മുന്നിട്ടിറങ്ങി. അദ്ദേഹം വിധവയെ വിവാഹം കഴിച്ച് മുന്നിൽ നടന്നു. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. പക്ഷേ 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വിധവകളെ ഏറ്റെടുക്കുന്നവന് 2 പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞു. അവൻ സ്വർഗത്തിലേക്ക് മുന്നോട്ട് പോകുന്ന, സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്ന പോരാളിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആലോചിക്കണം, ഇസ്ലാമിക സമൂഹത്തിൽ ഒരു പെണ്ണ് സ്വന്തം എനിക്കിനി വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് വരെ ആ പെണ്ണിനെ വിവാഹം അന്വേഷിച്ച് അവർക്ക് വീണ്ടും ഒരു ദാമ്പത്യ ജീവിതം കൊടുക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാകുന്നത് ഇസ്ലാമിക നിയമമാണ്. ഇനി നിങ്ങൾ ആലോചിക്കുക, ഏത് മേഖലകൾ നോക്കുക, കണ്ടും കവർന്നും കട്ടെടുത്തും ജീവിച്ച ഒരു തലമുറയെ, ഒരു ഗോത്രത്തെ, ഒരു നാടിനെ മരണത്തിന്റെ സമയത്ത്, അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് ലക്ഷത്തോളം ആളുകളെ മുമ്പിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഖുർആനും സുന്നത്തും നിങ്ങൾക്ക് നൽകിയിട്ടാണ് ഞാൻ പോകുന്നത്. ആ വെളിച്ചം ഏറ്റെടുത്തിട്ടുള്ള ആളുകളാണ് സഹോദരങ്ങളെ മുസ്ലിം ലോകം. അതാണ് മുസ്ലിങ്ങള്. ആ മുസ്ലിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരാം. ഇതൊരു പുതിയ കാര്യമല്ല. ആ പരീക്ഷണങ്ങളെ നേരിടുന്നതിന്റെ കാര്യം പറഞ്ഞല്ലോ. ഒരു കാര്യം അതിൽ സൂചിപ്പിക്കാനുണ്ട്. എന്താണതെന്നറിയുമോ? ഇസ്ലാമികമായി ജീവിക്കുന്ന ഒരു തലമുറയെ, ഇസ്ലാമിന്റെ അന്തസ്സും ഇസ്ലാമിന്റെ വെളിച്ചവും ഇസ്ലാമിന്റെ ത്യാഗോജ്വലമായ ആദർശവും അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് പട്ടാളമുണ്ടായാലും ഇല്ലെങ്കിലും, അവർക്ക് പ്രതിരോധിക്കാൻ ആളുകൾ ഉണ്ടായാലും ഇല്ലെങ്കിലും, അവർക്ക് സഹായിക്കാൻ ആളുകൾ ഉണ്ടായാലും ഇല്ലെങ്കിലും, ഒരുപാട് ചരിത്രം അല്ലാഹു നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ ചരിത്രമാണ് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. നിരാശപ്പെടുക മാത്രമല്ല, നമ്മൾക്ക് നിരാശ എന്നൊരു വിഷയമില്ല. അല്ലാഹുവിൽ തവക്കുലാക്കുന്ന ഒരാൾക്ക് ഒരു നിരാശയുമില്ല. അറിയുമോ നിങ്ങൾക്ക് ഒരു പട്ടാളക്കാരനില്ലാതെ, പ്രതിരോധിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ആൾക്കൂട്ടമില്ലാതെ, ഒരായുധമില്ലാതെ, ഒരു തോക്കോ ബോംബുമില്ലാതെ പടച്ചതമ്പുരാൻ കാറ്റിനെ അയച്ച് 7 ദിവസങ്ങൾ രാവും പകലും അടക്കിവാണ് ഈത്തപ്പന പോലെയുള്ള മനുഷ്യർ ഭൂമിയിൽ പിഴുതെറിയപ്പെട്ടതുപോലെ വീണുകിടക്കുന്ന ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. പടച്ചവന്റെ കൂടെ നിന്ന ആളുകളെ അല്ലാഹു സഹായിക്കും. ആ സഹായമാണ്. ഒരു പ്രതിരോധ സംഘവും അവരുടെ കൂടെ ഉണ്ടായിട്ടില്ല. പരിശീലനം കിട്ടിയ പട്ടാളക്കാരുണ്ടായിരുന്നില്ല. AK-47 ഉണ്ടായിരുന്നില്ല. ആ പ്രവാചകൻ ആകാശത്തേക്ക് നോക്കി അല്ലാഹുവേ സഹായിക്കണേ എന്ന വാക്കിന്റെ, ആ ഒരൊറ്റ വാക്കിന്റെ ഫലമാണ് അല്ലാഹു കാണാത്ത ആയുധങ്ങൾ പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ കണ്ടു. അവര് പകർന്ന് പിഴുതെറിയപ്പെട്ട ഈത്തപ്പന തടി പോലെ വീണുകിടക്കുന്നു എന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ഖുർആനാണ്. നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അല്ലാഹുവിന്റെ ഭവനം പൊളിക്കാൻ ആളുകൾ വന്നു. അബ്രഹത്തിന്റെ കഥ നമ്മൾക്കറിയാം. അയാള് വന്നു, അയാള് ആ കഅബ പൊളിച്ച് അവിടെ അയാളുടെ നാട്ടിൽ വേറെ ഒരു കഅബ ഉണ്ടാക്കി. കച്ചവടക്കാരെയൊക്കെ അങ്ങോട്ട് വിളിക്കാനുള്ള ഗൂഢമായ പ്ലാനുമായി വന്ന അയാളെ അല്ലാഹു തകർത്ത് തരിപ്പണമാക്കിയത് ആലോചിക്കണം. ഒരു മുസ്ലിമായ മനുഷ്യൻ പോലും ആ നാട്ടിലില്ല. ഒരു മുസ്ലിമായ ആള് പോലും നാട്ടിലില്ല. ചെറുത്തു നിൽക്കാൻ ആളുകളില്ല. പടച്ചവൻ ആരെയും അത്ഭുതപ്പെടുത്തുന്ന വിദ്യയാണ് കാണിച്ചത്. ചെറിയ അബാബിയിൽ പക്ഷികൾ വന്നു. അവയുടെ കൊക്കുകളിൽ കാണാൻ ഏറ്റവും ചെറിയ കല്ലുകൾ വന്നു. ആ കല്ലുകൾ വലിയ വലിയ ആനകളുടെ തലയിലേക്ക് വന്നു. ആ ആൾക്കൂട്ടവും ആനക്കൂട്ടവും അതുപോലെ ചവച്ചിറക്കപ്പെട്ട വൈക്കോൽ ചണ്ടി പോലെ ആക്കി തീർത്തത് പട്ടാളക്കാരല്ല, ഏതെങ്കിലും സായുധ സംഘങ്ങളല്ല, പടച്ചതമ്പുരാനാണ്. ആ അല്ലാഹു ഇന്നും നമ്മുടെ കൂടെയുണ്ട് ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഒരു മുസ്ലിമിനുള്ളത്. എത്ര പള്ളികളും എത്ര ആരാധനാലയങ്ങളും ലോകത്തിൽ ഒരുപാട് ഭാഗങ്ങളിൽ തകർക്കപ്പെടുമ്പോഴും ആലോചിക്കണേ, ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ലക്ഷങ്ങള് അവരുണ്ടാക്കിയ പള്ളികൾ മുസ്ലിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവര് മുസ്ലിങ്ങൾക്ക് പള്ളികൾ കൈമാറുന്നു. അവർ ഇസ്ലാം സ്വീകരിക്കുന്നു. കാരണം ഇതൊരു സായുധ സംഘമല്ല, ഇത് അല്ലാഹുവിന്റെ ഒരു സംഘമാണ്. അതുകൊണ്ടാണ്
നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചത് നമ്മൾക്കൊക്കെ അറിയാം. ഈസാ നബി അലൈഹി സ്വലാമയെ അല്ലാഹു തആല രക്ഷപ്പെടുത്തി, അദ്ദേഹത്തിന്റെ കൂടെയുള്ള വിശ്വാസികളെ രക്ഷപ്പെടുത്തി. ഈസാ നബിയുടെ കൂടെ സായുധ സംഘങ്ങളില്ല, അതിന് പരിശീലനം ലഭിച്ച പട്ടാളക്കാരില്ല. മൂസാ നബി അലൈഹി സ്വലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്തി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം, പിന്നിൽ നിന്ന് ഇറങ്ങി വരുന്ന ഫറോവയുടെ മുമ്പിൽ മൂസാ നബിക്കുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രതീക്ഷയായി പടച്ചവനുണ്ട് എന്നത് മാത്രമാണ്. കടലിന്റെ വക്കിൽ വന്നു നിൽക്കുന്ന മൂസ പേടിച്ചിട്ടുണ്ട്. ആ സമയത്താണ് അല്ലാഹു തആല പറഞ്ഞത്, നീ നിന്റെ വടി കൊണ്ടടിക്കുക. ആലോചിച്ചു നോക്കൂ, പിന്നിലുള്ള ആളുകൾ ആരാണ്? പരിശീലനം കിട്ടിയ ആളുകളല്ല, സായുധ സംഘങ്ങളല്ല, ചെറുത്തു നിൽക്കാൻ ആഹ്വാനമില്ല. പടച്ചവനെ ഏൽപ്പിച്ച മൂസാ നബിയെയും മൂസാ നബിയിൽ വിശ്വസിച്ച മുസ്ലിങ്ങളെയും അത്ഭുതകരമായി പടച്ചവൻ രക്ഷപ്പെടുത്തിയത് നമ്മൾക്കറിയാവുന്നതാണ്. എത്ര ചരിത്രങ്ങളുണ്ട്, എത്ര ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രങ്ങളിലെല്ലാം നമ്മൾ വായിക്കുന്നത്, നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുമ്പോ, ഇസ്ലാമിക ജീവിതം നയിക്കുമ്പോ, തൗഹീദ് അനുസരിച്ച് ജീവിക്കുമ്പോ, പരലോകത്തിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. ആ സഹായം ഉണ്ടായേക്കാം എന്നല്ല, അതുണ്ടാകും. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് തന്നെ അതാണ്, അലാ ബിനസ്രില്ലാഹി ഖരീബ്, പടച്ചവന്റെ സഹായം അടുത്തുണ്ട്. പക്ഷേ നിങ്ങൾ ധൃതി കൂട്ടേണ്ടതില്ല, നിങ്ങൾ ധൃതി കൂട്ടേണ്ടതില്ല. അതിന് സമയമാകുമ്പോ അത് സംഭവിക്കും. ഒരുപാട് കാലം ഈ ലോകത്ത് അടിമകളായി, താന്തോന്നികളായി, തെമ്മാടികളായി, പലിശ കച്ചവടക്കാരായി, എല്ലാ വൃത്തികേടുകൾക്കും നേതൃത്വം കൊടുത്ത് നടന്ന, ലോകത്തിന്റെ അവിടെയും ഇവിടെയും ചിന്നിച്ചതരക്കിടന്ന ജൂതന്മാർ ഒരു സമയത്ത് അവര് രാജ്യത്ത് ഒരുമിച്ചുകൂടി. അവര് വിചാരിക്കുന്നത് അവരാണ് ലോകമെന്നാണ്. പക്ഷേ ഏതൊരു കാലത്തെയും ഏതൊരു പോക്കിരിയെയും പടച്ചവൻ കൈകാര്യം ചെയ്ത ചരിത്രമേയുള്ളൂ. അത് രാജ്യമായാലും ആളുകളായാലും ഏത് സൈന്യമായാലും അള്ളാഹുവിന്റെ തീരുമാനം വരുന്നതുവരെ മുസ്ലിങ്ങൾ, ഇസ്ലാമിക സമൂഹം അതിനുവേണ്ടി കാത്തിരിക്കും. അതാണ് അള്ളാഹുവിനോടുള്ള വിശ്വാസത്തിന്റെ കരുത്ത്, അതാണ് ഒരു മുസ്ലിമിന്റെ ഈമാൻ, അതാണ് അവന്റെ ഒരു തവക്കുല്. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു, ആര് പടച്ചവനെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുവോ അല്ലാഹു മതി അവന്. അതാണ് അല്ലാഹു ചോദിക്കുന്നത്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, പടച്ചവൻ പോരെ തന്റെ അടിമക്ക് എല്ലാറ്റിനും മതിയായവനായി, പട്ടാളക്കാരനായി, രാജാവായി, ഭരണാധികാരിയായി, സഹായിയായി പടച്ചവൻ പോരെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനായി, എല്ലാറ്റിനും മതിയായവനായി അല്ലാഹു പോരെ എന്നതിന്റെ ഉത്തരം ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. വനിഅമൻ നസീർ വനിഅമൽ വക്കീൽ, എത്ര നല്ല സഹായിയാണ് പടച്ചവൻ ഭരമേൽപ്പിക്കുവാൻ, എത്ര നല്ല വക്കീലാണ് അല്ലാഹു തആല. ആ പടച്ചവനെ നിങ്ങൾ ഭരമേൽപ്പിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നിരാശക്കല്ല, പ്രശ്നങ്ങൾക്കല്ല, മനസ്സംഘർഷങ്ങൾക്കല്ല, പ്രതീക്ഷയർപ്പിക്കണം. ഏത് സമയത്തും അല്ലാഹുവിൽ പ്രതീക്ഷയർപ്പിക്കണം. എല്ലാറ്റിനും ഒരു പര്യവസാനം ഉണ്ടാകും. അത് നമ്മൾ നേർക്കുനേരെ കണ്ട ആളുകളാണ്. 80 വയസ്സോളം അടുത്തിട്ടുള്ള ആളുകൾക്കറിയാം, ലോകം മുഴുവൻ വിജയിച്ചടക്കാൻ പടകെട്ടിയിറങ്ങിയ, ഏതർത്ഥത്തിലും എല്ലാ സംവിധാനങ്ങളുമുള്ള അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു തെമ്മാടിയെ അവസാനം അതേ രൂപത്തിലുള്ള ഒരക്രമിയായ മനുഷ്യനെ കൊണ്ടാണ് അയാൾ ഈ ലോകത്ത് നിന്ന് തുരത്തി ഓടിക്കപ്പെട്ടത്. മഞ്ഞിലൂടെ നീന്തി, മഞ്ഞ് പെയ്ത് കുതിർന്ന മണ്ണിലൂടെ ചവിട്ടി നടക്കാൻ പോലും സാധിക്കാത്ത വിധം ലക്ഷക്കണക്കിന് ജർമ്മൻ പട്ടാളക്കാര് ഒന്നുമല്ലാത്ത ജീവശവങ്ങളായി മാറുമ്പോ സ്റ്റാലിനും അയാളുടെ ചുവപ്പൻ പടയും കയറി വന്ന് ഒന്നുമല്ലാതാക്കിയത്, എല്ലാ രാജ്യങ്ങളും വെട്ടിപ്പിടിച്ച് അവസാനം സോവിയറ്റ് യൂണിയനും വെട്ടിപ്പിടിക്കാൻ ഒരുമ്പെട്ട മനുഷ്യന് ആത്മഹത്യ ചെയ്ത് ഈ ലോകത്തെ നിന്ന് പോകേണ്ടി വന്നു. അത് തന്നെയാണ് എല്ലാ ഭീകരവാദികളുടെയും എല്ലാ സ്വേച്ഛാധിപതികളുടെയും ഇതൊക്കെ പടച്ചവന്റെ തീരുമാനമാണ്. അല്ലാഹു തആല പറയുന്നത് പടച്ചവനാണ്. പടച്ചവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അവൻ അധികാരം വലിച്ചെടുക്കുന്നു. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അധികാരം നൽകുന്നു. അതാണ് അല്ലാഹു ഖുർആനിൽ വ്യക്തമാക്കുന്നത്. നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. അല്ലാഹുവിന്റെ തീരുമാനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഞാൻ അവസാനിപ്പിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഓരോ വീടുകളിലും
ഓരോ വീടുകളിലും അവിടുന്ന് പറഞ്ഞ വാക്ക്, ഓരോ മരുഭൂമിയിലെ വീടുകളും ഓരോ ചതുപ്പ് പ്രദേശങ്ങളിലെ സ്ഥലങ്ങളിലും ഓരോ പച്ച പിടിച്ച പ്രദേശങ്ങളിലുള്ള വീടുകളിലും ഇസ്ലാമിന്റെ വെളിച്ചമെത്താതെ ഈ ലോകം അവസാനിക്കുകയില്ല. എല്ലാ സ്ഥലങ്ങളിലും ഇസ്ലാമിന്റെ വെളിച്ചമെത്തും, എന്നിട്ട് ഈ ലോകം അവസാനിക്കൂ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അവര് ഈ വെളിച്ചം ഊതിക്കെടുത്താൻ നാനാഭാഗങ്ങളിൽ നിന്നും എല്ലാവരും ഒരുമിച്ചു കൂടിയാലും ഈ വെളിച്ചം അള്ളാഹു പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അത് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, അവരോട് പ്രാർത്ഥിക്കുന്ന എല്ലാ വഴിപാടുകളും അള്ളാഹു അല്ലാത്ത മുക്കോടി ദൈവങ്ങൾക്ക് നൽകുന്ന ആളുകൾക്ക് അത് ഉറപ്പുണ്ടാകുമെങ്കിലും അത് അമർഷമുണ്ടാകുമെങ്കിലും ഈ വെളിച്ചം പൂർത്തിയാവുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. അതിലാണ് നമ്മൾ പ്രതീക്ഷ വെക്കേണ്ടത്, പടച്ചവനിലാണ് നമ്മൾക്ക് പ്രതീക്ഷ വെക്കേണ്ടത്. അതോടൊപ്പം ഒരു കാര്യം കൂടെ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു, ഒരു 2 മിനിറ്റ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മളെ സഹായിക്കുന്നത് മുസ്ലിങ്ങളല്ല. നിങ്ങൾ നോക്കുക, ഇത്തരം കേസുകളെല്ലാം കൈകാര്യം ചെയ്യുന്നവരുടെ പേര് നോക്കുക, പ്രക്ഷോഭങ്ങൾ നയിക്കുന്നവരുടെ പേര് വിവരങ്ങൾ നോക്കുക. നമ്മുടെയൊക്കെ നാടുകളിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും ഇവിടെ ഒരുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി വാദിക്കുന്നത്, സുപ്രീം കോടതിയിൽ കാശ് മുടക്കി വാദിക്കുന്നത്, സഹോദരങ്ങളെ, 100ൽ 10 ആള് പോലും മുസ്ലിങ്ങളില്ല. ബാക്കി എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. കാരണം അവർക്കറിയാം, അവർ ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിലും അവർക്കറിയാം മുസ്ലിങ്ങളുടെ നന്മകൾ, ഇസ്ലാമിന്റെ നന്മ അവർക്കറിയാം. അവര് നമ്മുടെ കൂടെ ജീവിക്കുന്നവരാണ്, അവര് നമ്മുടെ കൂടെ ഉണ്ണുന്നവരും ഉടുക്കുന്നവരുമാണ്, നമ്മുടെ കൂടെ കച്ചവടം ചെയ്യുന്നവരാണ്, ഇടപാടുകളിൽ മുഴുകുന്നവരാണ്. അവരെയാണ് അള്ളാഹുവിന്റെ റസൂൽ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത്. അതിനവർക്കിടയിൽ ഒരു ബന്ധമുണ്ടാക്കിയത്, അവർക്കിടയിൽ സ്നേഹബന്ധമുണ്ടാക്കിയത്. ഈ സ്നേഹത്തിന്റെ നൂല് മുറിച്ചു കളയാൻ, അവരെ ഇതിൽ നിന്ന് തെറ്റിച്ച് പുറകോട്ട് മാറ്റിയെടുക്കാൻ ഒരു ശബ്ദവും മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത് എന്നതാണ് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. ഏതെങ്കിലും ഒരു ചാനലിന്റെ ഏതെങ്കിലും ഒരു അന്തിച്ചർച്ചയിലിരുന്ന് ഏതെങ്കിലും ഒരു നേതാവിന്റെ വാക്കിൽ വന്ന ഒരു പാകപ്പഴവിന് അയാൾ മുസ്ലിങ്ങളുടെ ശത്രുവാണ് എന്ന് പറയുന്നതിന് മുമ്പ് ആയിരക്കണക്കിനല്ല കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ മറന്നുകൊണ്ടാണ് ഈ സംസാരം എന്നത് ഈ അന്ത്യചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളും വിചാരിക്കുന്നില്ല. അയാൾക്ക് അതിന്റെ ഷോ കാണിക്കാം. പക്ഷേ ആളുകളുടെ മുമ്പിൽ ഇസ്ലാമിന്റെ വെളിച്ചം വാരി വിതറാൻ ഒരുമ്പെടുന്ന വിശ്വാസികളായ തൗഹീദിന്റെ ആളുകളായ ലോകത്തിലുള്ള എല്ലാ മുസ്ലിം സഹോദരന്മാർക്കും ഒരു കാര്യത്തിൽ പ്രതീക്ഷയുണ്ട്. ഈ ആളുകൾ സത്യത്തിന്റെ കൂടെയാണ്, നീതിയുടെ കൂടെയാണ്. അവര് നമ്മുടെ കൂടെ നിൽക്കുന്നത് അതുകൊണ്ടാണ്. അവര് നമ്മൾക്ക് വേണ്ടി കേസുകൾ നടത്തുക മാത്രമല്ല, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. സ്വാഭാവികമായും ഇത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. ആ നടപടിക്രമമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അള്ളാഹുവിനോട് സഹായം തേടുക, പടച്ചവനോട് പറയുക. അതിന്റെയൊക്കെ മേലെ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാനുള്ള യോഗ്യത നമ്മൾ സ്വയം നേടിയെടുക്കുക. ഇസ്ലാമിക ജീവിതത്തിലൂടെ പടച്ചവന്റെ സഹായത്തിന് അർഹരാക്കുക. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ലാ യുബാലിഹിമുല്ലാഹു ബാലാ. പടച്ചവൻ പറഞ്ഞത് കേൾക്കാത്ത ഇസ്ലാമിക സമൂഹത്തെ അള്ളാഹു പരിഗണിക്കുകയില്ല. അതേസമയം അള്ളാഹുവിനെ അവലംബിക്കുന്ന, അവനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ അള്ളാഹു സഹായിച്ച ചരിത്രമേ ഉള്ളൂ. ആ ചരിത്രമാണ് നമ്മൾക്ക് വേണ്ടത്. അത് ആവർത്തിക്കപ്പെടണം. ശുദ്ധ മുസ്ലിങ്ങളാകണം, നല്ല മുസ്ലിങ്ങളാകണം, മനുഷ്യപ്പറ്റുള്ളവരാകണം. പോരായ്മകൾ നീക്കം ചെയ്ത് കുടുംബത്തോട്, സമൂഹത്തോട്, നമ്മുടെ അയൽവാസികളോട്, നമ്മളുമായി ഇടപഴകുന്ന ഏതൊരാളോടും ഇസ്ലാമിന്റെ നന്മയല്ലാതെ ഒരു തിന്മയും നമ്മളിൽ നിന്ന് വരാതിരിക്കാൻ നാം ഓരോരുത്തരും മതപരമായി ബാധ്യസ്ഥരാണ് എന്ന കാര്യം നമ്മൾ ഓർക്കുക. എല്ലാ ആളുകളും ഈ പ്രമേയത്തിന്റെ ചർച്ചകൾ ഓരോ യൂണിറ്റുകളിലും ഓരോ വീടുകളിലും എത്തിക്കാൻ, ഇസ്ലാമിന്റെ സന്ദേശം എന്താണ് എന്ന് നമ്മുടെ സഹോദരങ്ങൾ അറിയാൻ ഇത്തരം ക്യാമ്പയിനുകളും ഇത്തരം ചർച്ചകളും പൊതുയോഗങ്ങളും അതുപോലെ അയൽക്കൂട്ടങ്ങളും ഗൃഹയോഗങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയാണ് എല്ലാ പ്രദേശങ്ങളിലും. ഇത് നമ്മുടെ ജില്ലയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണെങ്കിലും പല സ്ഥലങ്ങളിലും ഇത്തരം പരിപാടികൾ നടന്നു കഴിഞ്ഞു. പുതിയ പരിപാടികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിന്റെ സഹകാരികളാവുക, സഹായിക്കുക. പടച്ചവൻ നമ്മുടെ കൂടെയുണ്ട്. അല്ലാഹു മൗലാന,
അല്ലാഹുവാണ് നമ്മുടെ സംരക്ഷകൻ. അല്ലാഹു വലിയുല്ലദീന ആമനു, വിശ്വാസികളുടെ സംരക്ഷകൻ, വിശ്വാസികളുടെ സഹായി, വിശ്വാസികളുടെ സുഹൃത്ത് അല്ലാഹുവാകുന്നു. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലന്നൂർ, എല്ലാ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് ആ അല്ലാഹു വഴി നടത്തുന്നു. അവനാണ് നമ്മുടെ സഹായി, അവനാണ് നമ്മുടെ വലിയ, അവനാണ് നമ്മുടെ പടച്ചതമ്പുരാൻ. അവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്, അവനോട് മാത്രമാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്, അവനിലേക്കാണ് നമ്മൾ തിരിച്ചു ചെല്ലേണ്ടത്. ആ സമയത്ത് നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ജീവിതം ശുദ്ധമാണെങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗം നമ്മളെ കാത്തിരിക്കുന്നു. അല്ല, നമ്മുടെ ജീവിതം ഈ പരിമളവും ഈ സൗരഭ്യവും മാറി വൃത്തികെട്ടതും മലീമസവുമാണെങ്കിൽ നരകത്തിലേക്ക് നമ്മൾ ആപതിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സഹോദരങ്ങളെ, നല്ലവരായി ജീവിക്കാൻ ഞാൻ എന്നോടും നിങ്ങൾ നിങ്ങളോടും സ്വയം പ്രതിജ്ഞ എടുക്കുകയും ഈ സന്ദേശം ആളുകൾക്ക് കൈമാറുകയും ചെയ്യുക. റഹ്മാനായ റബ്ബ് സത്യവിശ്വാസികളായി ജീവിക്കുകയും സത്യവിശ്വാസികളായി മരിക്കുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഏതാളുകളുണ്ടോ അവരെയൊക്കെ അല്ലാഹു സഹായിക്കുകയും അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമെല്ലാം അല്ലാഹു നല്ല രൂപത്തിൽ പരിഹരിക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.